5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ലോകത്തിന് മറവിയില്ല എന്ന് ഞാൻ കരുതുന്നു. മറവിയില്ലെങ്കിൽ 1967 6 ദിവസം നീണ്ടുനിന്ന യുദ്ധം, ജൂതന്മാരുടെ യുദ്ധം, ഇസ്രായേലിൽ നടന്ന പാലസ്തീൻകാരുമായിട്ട് നടന്ന സംഘർഷം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ കീഴടക്കി. പശ്ചിമ ഏഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ് ഇസ്രായേൽ. വടക്ക് ഭാഗത്ത് ലെബനനും വടക്ക് കിഴക്ക് ഭാഗത്തായി സിറിയയും ജോർദാനും, കിഴക്ക് ജോർദാനും, തെക്ക് പടിഞ്ഞാറ് ഈജിപ്തും, പിന്നെ പടിഞ്ഞാറ് അറേബ്യൻ കടലും ഒക്കെ പിന്നെ മെഡിറ്ററേനിയൻ കടലും ഒക്കെ ഉള്ള അതിർത്തി പങ്കിടുന്ന പശ്ചിമേഷ്യയിലെ വളരെ പ്രമുഖമായ ഒരു രാജ്യം, ജൂതന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു പ്രദേശം, ജൂതന്മാർക്ക് അപ്പർ ഹാൻഡുള്ള പ്രദേശം, മുൻതൂക്കമുള്ള പ്രദേശം. വളരെ കഠിനാധ്വാനികളാണ് ഇസ്രായേൽക്കാർ. സാങ്കേതികവിദ്യ കണ്ടുപിടിക്കുന്നെങ്കിൽ, യുദ്ധോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും കമ്പ്യൂട്ടറും ഒക്കെ കണ്ടുപിടിക്കുന്നതിൽ വളരെ മുന്നിലാണ് അവർ. ഒരു തമാശ തന്നെ പറയാറുണ്ട്, അവർ കണ്ടുപിടിച്ച കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് അവർക്കെതിരെ ആളുകൾ തള്ളുന്നു എന്നൊരു തമാശയും പറയാറുണ്ട്. എന്തായാലും ഹമാസും പാലസ്തീനും ഇസ്രായേൽ വിഷയവും വളരെ ഗൗരവമായി ലോകം ചർച്ച ചെയ്യുന്ന സമയമാണ്. ഹമാസ് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഭീകരവാദത്തിലൂടെ ലോകത്തെ കീഴടക്കാം എന്ന് വിചാരിക്കുന്നത് യാതൊരു തരത്തിലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ജൂതന്മാർ വലിയ അധ്വാനികളാണ്, കഠിനാധ്വാനികളാണ്, കൂർമ്മ ബുദ്ധിയുള്ളവരാണ്. അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരാണ്. കാർഷിക മേഖലയിൽ ഇസ്രായേലിൻ്റെ കണ്ടുപിടുത്തം ലോകപ്രസിദ്ധമാണ്. ചൊരിമണലിൽ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. വെള്ളത്തെ ഉപയോഗിക്കുന്ന കാര്യത്തിലും അവർ വളരെ വലിയ മാനേജ്മെൻ്റ് ഉള്ളവരാണ്, വാട്ടർ മാനേജ്മെൻ്റ് ഉള്ളവരാണ്. അപ്പോൾ അവർ എല്ലാം പ്രതികൂലമായി വന്നിട്ടും 1948 ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പാലസ്തീൻ പ്രദേശം ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോൾ അതും ഇസ്രായേലിന് കുറേ സ്ഥലം കിട്ടുന്നുണ്ട്. അങ്ങനെ 1949 ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഇത് രണ്ടായി വിഭജിക്കണം, പാലസ്തീനുള്ളത് പാലസ്തീനും ഇസ്രായേലിനുള്ളത് ഇസ്രായേലും എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ടത്ര മുന്നോട്ട് പോയില്ല. അങ്ങനെയാണ് 67 യുദ്ധം നടന്നത്. ആ യുദ്ധം 6 ദിവസം നീണ്ടു നിന്നു. അതിൽ ഇസ്രായേൽ വൻപിച്ച വിജയമാണ് കൈവരിച്ചത്. എപ്പോഴും പാലസ്തീന് തോറ്റ ചരിത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വെടിനിർത്തലിൻ്റെ ചർച്ച ആരംഭിക്കേണ്ട കാലം കഴിഞ്ഞു. നമ്മളിവിടെ CPM-ൻ്റെ അഖിലേന്ത്യാ സമ്മേളനം അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ്സിന് ഷാൾ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കർച്ചീഫ് കെട്ടിയത് കൊണ്ടോ ഒന്നും തീരുന്ന വിഷയമല്ല ഇത്. ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട്, ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെട്ടുകൊണ്ട് മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യാനികളുടെയും സ്ഥലമെല്ലാം വേർതിരിച്ച് യുദ്ധം അവസാനിപ്പിക്കേണ്ടതാണ്. എന്തുമാത്രം യുദ്ധത്തിൻ്റെ തീവ്രതകൾ എത്ര വലുതാണ്. കഴിഞ്ഞ ദിവസം കുട്ടികളടക്കം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ബോംബിടുന്നു, വെടിവെപ്പ് ഉതിർക്കുന്നു, ഷെല്ലാക്രമണം നടക്കുന്നു. വളരെ വേദനാജനകമായ കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ജൂതന്മാർ, അവരെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അവർ ആഭ്യന്തരമായും വൈദേശികമായും സൈന്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ, യുദ്ധോപകരണങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിലും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് യുദ്ധോപകരണങ്ങൾ നൽകുന്ന കാര്യത്തിലുമൊക്കെ, വിൽക്കുന്ന കാര്യത്തിലുമൊക്കെ വൻ ശക്തിയാണ് ഇസ്രായേൽ. അപ്പോൾ അത്രയും വലിയൊരു ശക്തിയെ തോൽപ്പിച്ച് കളയാമെന്ന് ഹമാസ് വിചാരിക്കുന്നത് മൂഢത്തരമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കട്ടെ തീർച്ചയായിട്ടും. അതേസമയം ഇസ്രായേൽക്കാരും ജൂതന്മാരെന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ ക്രിസ്ത്യൻ യേശുവിനെയൊക്കെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത്തരം സമാധാന കാര്യങ്ങളൊക്കെ പറയുന്നൊരു മതവും കൂടിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴയ മതങ്ങളിൽ ഒന്നാണ് ജൂതമതം. റോമാ സാമ്രാജ്യത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ചരിത്രമുള്ള, ജൂത ചരിത്രമുള്ള ആ രാജ്യം യുദ്ധങ്ങൾക്ക് പോകാൻ പാടില്ല. അപ്പോൾ രണ്ട് രാജ്യങ്ങളും, പാലസ്തീൻ ഒരു രാജ്യമായിട്ടൊന്നും മാറിയിട്ടില്ല. യാസർ അറാഫത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊരു വലിയ രാജ്യമൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും പാലസ്തീൻ ഇസ്രായേൽ വിഷയം കേവലം മുസ്ലിം ക്രിസ്ത്യൻ വിഷയം എന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒരു അധിനിവേശം നടത്തിയ സ്ഥലത്തെ മോചിപ്പിക്കാനുള്ള വിഷയം എന്നതിനപ്പുറം വളരെ ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. 1967 മുതൽ 48 മുതലേ ഈ പ്രശ്നമുണ്ട്. 49 ഒരു ചർച്ചയൊക്കെ നടന്നതാണ്. പക്ഷേ എങ്കിലും ബ്രിട്ടീഷുകാർ വിട്ടുപോയപ്പോൾ ആ പ്രദേശം കൂടി, കുറേ അധികം മുസ്ലിം പ്രദേശം കൂടി ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വിട്ടുകൊടുക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയും ലോകത്ത് വേണ്ടി വരുന്നതാണ്, നടക്കേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലിനെ അങ്ങനെ മുട്ടുകുത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അത്രമാത്രം കഠിനാധ്വാനികളാണ് ജൂതന്മാർ.
ആ കഠിനാധ്വാനത്തിൽ നിന്ന് അവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൃഷിയുടെ കാര്യത്തിൽ, യുദ്ധോപകരണ കാര്യങ്ങളിൽ, കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഇസ്രായേലിനെ തോൽപ്പിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആൾക്കാരുടെ എണ്ണമാണ്. ഓരോ യുദ്ധത്തിലും ഇല്ലാതാകുന്നത് ജനങ്ങളാണ്, സ്ഥാവര ജംഗമ വസ്തുക്കളാണ്. അത് മനസ്സിലാക്കി ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള വഴിയിൽ ഹമാസ് ഭരണം, ഭീകരവാദം ഒന്നിനും പരിഹാരമല്ല എന്ന് എല്ലാവരും തിരിച്ചറിയണം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൂതന്മാർ, സമാധാന സന്ദേശവാഹകർ, അവരുടെ മൈക്കും അവരുടെ ക്യാമറയും ഇസ്രായേൽ പാലസ്തീൻ പ്രദേശത്തേക്ക് തിരിച്ചു വയ്ക്കുക. ലോകം അതിലേക്ക് ചർച്ചയുടെ ഭാഗത്തിലേക്ക് സമാധാനത്തിൻ്റെ വെള്ളിക്കൊടിയുമായി നമുക്ക് പാലസ്തീനിലും ഇസ്രായേലിലേക്കും സഞ്ചരിക്കാം.